ഹലോ, ഞാൻ PC ശശികുമാർ. എല്ലാവർക്കും എൻ്റെ സിനിമാ കമൻറ്റ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇത്രയും കാലം നിങ്ങളെ ഒരുപാട് ചിരിപ്പിച്ചു. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലമായി ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇനി ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഈ സിനിമ വിജയിക്കണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ സിനിമ കാണണം. ഇങ്ങനെ കരഞ്ഞുകൊണ്ടുള്ള ഒരു അഭ്യർത്ഥന നമ്മുടെ പ്രശസ്ത നടൻ ശ്രീ ദിലീപ് നടത്തിയതാണ്. പവി ദ കെയർടേക്കർ എന്ന തൻ്റെ പുതിയ സിനിമയുടെ ഓഡിയോ ലോഞ്ച് സമയത്താണ് ദിലീപ് ഇങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. സിനിമ കാണണം, എല്ലാവരും കാണണം എന്നുള്ള അഭ്യർത്ഥനയൊക്കെ അഭിനേതാക്കളും അതിൻ്റെ നിർമ്മാതാക്കളൊക്കെ നടത്താറുണ്ടെങ്കിലും തികച്ചും വൈകാരികമായി കരഞ്ഞുകൊണ്ടുള്ള ഇങ്ങനൊരു അഭ്യർത്ഥന ഒരുപക്ഷെ മലയാള സിനിമയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം. ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ സിനിമാ കമ്പ് എന്ന ചാനൽ, ഈ വീഡിയോയുടെ അവസാനം ഇതുപോലെ കരഞ്ഞുകൊണ്ടല്ലെങ്കിലും ഒരു അഭ്യർത്ഥന ഞാനും നടത്താറുണ്ട്. എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും എനിക്ക് അറിയാം, എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണമെങ്കിലും ഷെയർ ചെയ്യണമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിലും പ്രാഥമികമായി നിങ്ങൾക്കത് ഇഷ്ടപ്പെടണം. നിങ്ങളത് ഇഷ്ടപ്പെടണമെങ്കിൽ എൻ്റെ വീഡിയോ അതിനനുസരിച്ച് മെച്ചപ്പെട്ടതായിരിക്കും. കണ്ടന്റ് ആയാലും അവതരണത്തിലായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളൂ, ഷെയർ ചെയ്യുകയുള്ളൂ. എൻ്റെ വീഡിയോയോടും എന്നോടുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് അത്ര മാത്രമേ ഉള്ളൂ. സിനിമ കാണുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉത്തരവാദിത്വം അത്ര തന്നെയാണ്. അവൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവൻ കാണും, ഇല്ലെങ്കിൽ അവൻ കാണില്ല. ദിലീപ് എന്ന നടൻ മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഒരു കാലത്ത്. എന്നാൽ കഴിഞ്ഞ കുറേ കാലമായി ദിലീപ് സിനിമയിലും ജീവിതത്തിലും പ്രതിസന്ധികളിലൂടെ കടന്നുപോവുകയാണ്. പ്രധാനമായി രണ്ട് തരം പ്രതിസന്ധികളാണ് ദിലീപ് അനുഭവിക്കുന്നത്. ഒന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള പ്രതിസന്ധി. പൊതുസമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട സഹപ്രവർത്തകയെ പീഡിപ്പിച്ചു എന്നുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഗൂഢാലോചന കുറ്റം ദിലീപിൽ ആരോപിക്കപ്പെട്ടിരിക്കുകയാണ്. ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ദിലീപിനോടുള്ള പൊതുജന അഭിപ്രായം മാറുന്നതിൽ വളരെയധികം പ്രേരകമായിട്ടുണ്ട്. രണ്ടാമത്തെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, രാമലീല എന്ന സിനിമയ്ക്ക് ശേഷം ദിലീപിൻ്റെ സിനിമകളൊന്നും തന്നെ വിജയിക്കുന്നില്ല. ബോക്സ് ഓഫീസിൽ യാതൊരു ചലനവും ഉണ്ടാക്കാതെ അദ്ദേഹത്തിൻ്റെ 10ഓളം സിനിമകളാണ് കടന്നുപോയിരിക്കുന്നത്. തൻ്റെ കേസും സമൂഹത്തിൽ തനിക്കെതിരെയുള്ള പൊതുജനാഭിപ്രായവുമാണ് തൻ്റെ സിനിമകളുടെ പരാജയ കാരണമായി അദ്ദേഹം വിശ്വസിക്കുന്നത്. ഇത് ശരിയാണോ എന്നുള്ളതാണ് നമ്മുടെ സിനിമാ കമ്പം പരിശോധിക്കുന്നത്. ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ അയാളുടെ പ്രവർത്തനത്തോടൊപ്പം അയാളുടെ ജീവിതവും പൊതുരംഗത്തെ പ്രവർത്തനവും സ്വഭാവവുമെല്ലാം തന്നെ സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടാറുണ്ട്. എന്നാൽ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു അഭിനേതാവിൻ്റെ സ്വഭാവം മറ്റു രംഗത്തെ പോലെ അത്രമാത്രം സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടുന്ന ഒന്നല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സിനിമ കാണുന്ന പ്രേക്ഷകന്റെ മുന്നിൽ അഭിനേതാവ് കഥാപാത്രമായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. അവൻ സിനിമ കാണുമ്പോൾ ആ കഥാപാത്രത്തിനോടൊപ്പം അത് അഭിനയിച്ച അഭിനേതാവിൻ്റെ ജീവിതവും സ്വഭാവവും ഒക്കെ ആ കഥാപാത്രത്തെ ആസ്വദിക്കുന്നതിന് അവന് തടസ്സമായി മാറാറുണ്ടോ? സിനിമയുടെ ആസ്വാദനത്തിന്റെ ഭാഗമായി അഭിനേതാവിൻ്റെ സ്വഭാവം കഥാപാത്രത്തിലേക്ക് അവൻ ആരോപിക്കാറുണ്ടോ? അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? അഭിനയം എന്നത് ഒരു പരകായ പ്രവേശമാണെന്നാണ് പറയാറുള്ളത്. അഭിനയം മഹത്തരമാകുന്നത് ആ പരകായ പ്രവേശം എത്ര പൂർണ്ണമാകുന്നോ അപ്പോഴാണ്. അതുകൊണ്ട് തന്നെ അഭിനേതാവിൻ്റെ ജീവിതാംശങ്ങളോ ജീവിതമോ ഒന്നും തന്നെ സിനിമ കാണുന്ന പ്രേക്ഷകന്റെ മനസ്സിൽ ആ കഥാപാത്രം മികച്ചതാകുമ്പോൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥം. ബോളിവുഡിൽ ഡാനി ട്രെജോ എന്ന ഒരു മെക്സിക്കൻ ആക്ടറുണ്ട്. അദ്ദേഹം ഒരുപാട് കേസുകളിൽ പ്രതിയാണ്, കൊലപാതക കേസുകളിലടക്കം പ്രതിയാണ്, ബലാത്സംഗ കേസുകളിൽ പ്രതിയാണ്, ഒരുപാട് കാലം ശിക്ഷ അനുഭവിച്ച ആളുമാണ്. പക്ഷെ അതൊക്കെയാണെങ്കിലും അദ്ദേഹം ഹോളിവുഡിലെ ഇന്നത്തെ ഒരു സൂപ്പർ സ്റ്റാറാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ ഒരു ഘടകമാവുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് തന്നെ അഭിനയം മികച്ചതാകുമ്പോൾ നടനെ മറന്ന് കഥാപാത്രത്തെയാണ് പ്രേക്ഷകൻ ആസ്വദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിലീപിൻ്റെ കേസാണ് ദിലീപിൻ്റെ സിനിമകളെ പ്രേക്ഷകരിൽ നിന്ന് അകറ്റുന്നതെന്ന് പറയുന്നതിന് വലിയ അർത്ഥമില്ല എന്ന് തോന്നുന്നു. മാത്രമല്ല, രാമലീല അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഹിറ്റായിരുന്നു. രാമലീല പുറത്തിറങ്ങിയത് ഈ സംഭവം നടന്നതിന് ശേഷമാണ്. പൊതുജനം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന സമയത്താണ് രാമലീല എന്ന സിനിമ പുറത്തിറങ്ങിയത്. പക്ഷേ ആ സിനിമ അദ്ദേഹത്തിന് മികച്ച വിജയമാണ് സമ്മാനിച്ചിരിക്കുന്നത്. ദിലീപിൻ്റെ സിനിമകൾക്കും എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ദിലീപിൻ്റെ സിനിമകൾ പരിശോധിച്ച് നോക്കുക. അദ്ദേഹത്തിൻ്റെ കേസിന് മുമ്പുള്ള സിനിമകളും
അതിനുശേഷം ഇറങ്ങിയ സിനിമകളും ഏതൊക്കെയാണെന്ന് ഒന്ന് വിലയിരുത്തിയാൽ നമുക്ക് അദ്ദേഹത്തിന് സംഭവിക്കുന്നത് എന്താണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മലയാള സിനിമയിൽ ഒരുപാട് ഹിറ്റുകൾ സ്വന്തമാക്കിയ ആളാണ് ദിലീപ്. സല്ലാപം, ഈ പുഴയും കടന്ന്, റൺവേ, മീശ മാധവൻ, ഈ പറക്കും തളിക, കല്യാണരാമൻ, ജോക്കർ, പഞ്ചാബി ഹൗസ്, CID മൂസ, ബോഡിഗാർഡ് തുടങ്ങിയ ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന് ഹിറ്റായിട്ടുണ്ട്. ജനപ്രിയ നടനായി ദിലീപിനെ മാറ്റിയ സിനിമകളാണ് ഇവയെല്ലാം തന്നെ. എന്നാൽ ഈ കേസ് വന്നതിന് ശേഷം അദ്ദേഹം അഭിനയിച്ച സിനിമകളുടെ ലിസ്റ്റ് നമ്മളൊന്ന് പരിശോധിക്കുക. സവാരി, കോടതി സമക്ഷം ബാലൻ വക്കീൽ, ജാക്ക് ആൻഡ് ഡാനിയൽ, മൈ സാൻഡ, കേശു ഈ വീടിന്റെ നാഥൻ, തട്ടാശ്ശേരി കൂട്ടം, ബാന്ദ്ര, തങ്കമണി, വോയിസ് ഓഫ് സത്യനാഥൻ തുടങ്ങിയ സിനിമകളാണ് അതിനുശേഷം പുറത്തിറങ്ങിയത്. മീശമാധവനും കല്യാണരാമനുമായി ഈ സിനിമകളെ തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദിലീപിന്റെ സിനിമകൾ എത്രമാത്രം പിന്നോട്ട് പോയിട്ടുണ്ടെന്ന്. സൂപ്പർ സ്റ്റാറുകളെ പറ്റി ശ്രീനിവാസൻ നേരത്തെ ഒരു തമാശ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ സത്യവുമാണ്. 10 സിനിമകൾ ഇറക്കിയാൽ 9 സിനിമകൾ പൊട്ടിയാലും 10ാമത്തെ ഒരു സിനിമ വിജയിക്കുന്നതോടുകൂടി അവർക്ക് വീണ്ടും ഒരു 10 മോശം സിനിമകൾ ചെയ്യാനുള്ള അവസരം കിട്ടുന്നതാണ്. എന്നാൽ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അവസരം പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ കേസിന് ശേഷം അദ്ദേഹം ഇറക്കിയ എല്ലാ സിനിമകളും തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സിനിമകളാണ് ഇനിയും ദിലീപിൽ നിന്ന് പുറത്തു വരുന്നതെങ്കിൽ അദ്ദേഹം എത്ര കരഞ്ഞു പറഞ്ഞാലും മലയാള സിനിമയ്ക്കോ അല്ലെങ്കിൽ മലയാളി പ്രേക്ഷകനോ അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധ്യമല്ല. സിനിമയ്ക്ക് ആരെയും പ്രത്യേകമായി ആവശ്യമില്ല. ഷോ മസ്റ്റ് ഗോ ഓൺ. സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. സിനിമയെ ആവശ്യമുള്ളവർ, ഇവിടെ നിലനിൽക്കണമെന്ന ആഗ്രഹമുള്ളവർ നല്ല സിനിമകൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഏക പോംവഴി. ദിലീപിൻ്റെ മാത്രമല്ല, ഏത് ചലച്ചിത്രകാരൻ്റെയും മുന്നിലുള്ള ഏക പോംവഴി ഈ ഫീൽഡിൽ നിലനിൽക്കണമെങ്കിൽ ഏറ്റവും മികച്ചത് സമ്മാനിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദിലീപിന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സിനിമകൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ദിലീപ് പറഞ്ഞതുപോലെ അടുത്തിറങ്ങാൻ പോകുന്ന പവി കെയർടേക്കർ എന്ന സിനിമ അതൊരു വൻ വിജയമാണെങ്കിൽ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയൊരു ആശ്വാസമാകും. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം തന്നെ തിരിച്ചു കിട്ടിയേക്കാം. എന്നാൽ എത്ര വിജയങ്ങളുണ്ടായാലും ഒരു വിജയത്തിനും മായ്ക്കാൻ പറ്റാത്ത ഒരു കുറ്റം അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. എത്ര ഗംഗയിൽ കുടിച്ചാളായിരിക്കും അദ്ദേഹത്തിന് അതിൽ നിന്ന് പാപമോചനം കിട്ടുക? ആർക്കറിയാം. നേരത്തെ പറഞ്ഞതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.